السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന സുൽത്താൻ മക്ക അന്തപുരം ഉസ്താദ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് റയീസ് ഉലമ സുലൈമാൻ ഉസ്താദ്, മുഹ്യിസുന്ന പൊന്മള ഉസ്താദ്, സിറാജുൽ ഉലമ ഹൈദർസ് ഉസ്താദ്, മറ്റ് ജമിയത്തുൽ ഉലമ സാരഥികൾ, 40 മുഷാവറ നേതാക്കൾ, പ്രാസ്ഥാനിക കുടുംബാംഗങ്ങൾ, ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം അല്ല. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനവുമല്ല. മറിച്ച് വളരെ പെട്ടെന്ന് നോട്ടീസുകളോ അനൗൺസ്മെൻറ്റുകളോ വാൾ പോസ്റ്ററുകളോ ഇല്ലാതെ ഒരു വിളംബരം മാത്രമാണ്. ഈ വിളംബരം ഇത്രമാത്രം പ്രൗഢോജ്വലമാണെങ്കിൽ സമസ്ത സെൻട്രൽ കോൺഫറൻസ് എത്രമാത്രം വിപുലമായിരിക്കും. ഈ തടിച്ചുകൂടിയ പണ്ഡിത കുടുംബാംഗങ്ങൾക്ക്, ആദർശ പ്രസ്ഥാനത്തിൻ്റെ നായകർക്ക്, പ്രവർത്തകർക്ക് ഇനി സമ്മേളനം കഴിയുന്നവരെയും വിശ്രമങ്ങളില്ല. ഈ മഹാസമ്മേളനം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കണം. ഇതിൻ്റെ തുടക്കം, ഈ വിളംബരം ഷെയ്ഖുൽ മശാരിഖ് വൽ മഗാരിബ് ബഹ്റുൽ ഉലൂം അഷ്ശൈഖ് സൈനുദ്ദീൻ ഇബ്നു അലി ഹസൻ മഖ്ദൂമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഈ ഇരിക്കുന്ന സുൽത്താൻ ഉലമയുടെയും റയീസുൽ ഉലമയുടെയും താജുൽ മുഹഖിഖീൻ ഷെയ്ഖുന കോട്ടൂർ ഉസ്താദ് ഉൾപ്പെടെ ഇന്ന് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ വ്യാപിച്ചു കിടക്കുന്ന പണ്ഡിതവരണ്യരുടെ, ഉസ്താദുമാരുടെ ഉസ്താദ് ഗുരുസാഗരം, അല്ലാഹുമ്മ റഫഅ ദറജത്തുഹു, അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ആ മദദ് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനും നീ എന്നെന്നും നൽകണേ അല്ലാഹ്. 1926 ജൂൺ 26 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം രൂപീകരിക്കുന്ന സാഹചര്യം നമുക്ക് ചിന്തിക്കാനും സങ്കല്പിക്കാനും കഴിയാത്തൊരു കാലമായിരുന്നു. മുസ്ലിമീങ്ങൾ ലോകമെമ്പാടും നടത്തിയ വിപ്ലവങ്ങൾ, മുന്നേറ്റങ്ങൾ വിദ്യാഭ്യാസങ്ങളെ കൊണ്ടാണ്. 1991 ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാനം 100% സാക്ഷരത കൈവരിച്ചത്. പ്രാഥമിക സാക്ഷരത മാത്രം, എഴുതാനും വായിക്കാനും അറിയുക. എന്നാൽ അതിൻ്റെ 1435 വർഷങ്ങൾക്ക് മുമ്പ്, ഒന്നുകൂടി പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൻ്റെ 1435
70 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് നുബുവ്വത്തുമായി വന്നപ്പോൾ ആദ്യ മഹൽ വചനം 1460 വർഷങ്ങൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, വായിക്കുക, പഠിക്കുക, വളരുക. ഏതൊരു സമൂഹത്തിൻ്റെയും വളർച്ച, ഉയർച്ച, നവോത്ഥാനം പഠനത്തിലൂടെ, വായിക്കലിലൂടെ. അന്ന് മക്കയിൽ എഴുതാനും വായിക്കാനും അറിയുന്നവർ വിരലെണ്ണാവുന്നവർ മാത്രം. അതാണ് സൂറത്തുൽ ജുമുഅയിലൂടെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ഉമ്മിയ്, മക്ക നിവാസികളും ഉമ്മിയാണ്. അതാണ് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീൻ. എഴുതാനും വായിക്കാനും ഒട്ടും അറിയാത്തവർ, പേരെഴുതാൻ അറിയാവുന്നവർ 16 17 പേർ മാത്രം. അവിടെ നിന്ന് തുടങ്ങിയ വിജ്ഞാന വിപ്ലവം, മാഷാ അല്ലാഹ്, ലോകധിക്കാരിയായ, അഹങ്കാരികൾ ഏറ്റവും വലിയ അഹങ്കാരിയായ കിസ്റ ചക്രവർത്തി, ആ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഈ വിനീതൻ അത് ചെന്ന് നേരിട്ട് കണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ലോകമൊട്ടുക്കുമുള്ള ഭരണാധികാരികളിലേക്ക് സമാധാനത്തിൻ്റെ സന്ദേശം അയച്ചു. എല്ലാവരും മാന്യമായി ഒമാൻ രാജാവ്, ബഹ്റൈൻ രാജാവ്, യമൻ രാജാവ് പൂർണ്ണമായും ഉൾക്കൊണ്ടു. ഈജിപ്തിൻ്റെ ഭരണാധികാരി മുഖൗഖിസ് പ്രതിപക്ഷ ബഹുമാനങ്ങളോടെ ധാരാളം ഗിഫ്റ്റുകൾ നൽകി പ്രതികരിച്ചു. റോം ചക്രവർത്തി ഹിറക്കൽ ചർച്ചകൾക്ക് വെച്ചു. എന്നാൽ ലോകത്ത് ഫതുഹുൽ ബാരിയിൽ പറയുന്ന പോലെ ലോകത്തെ ഏറ്റവും വലിയ രാജാവെന്ന് അവകാശപ്പെടുന്ന കിസ്റ കത്തങ്ങ് പിച്ച് ചീന്തുകയായിരുന്നു. അതേ കിസ്റ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 2 വർഷവും 8 മാസവും അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഹെഡായി, ഖലീഫയായി. പിന്നീട് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഹെഡായപ്പോൾ പാർലമെന്റ് അംഗങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അക്കല ഉമറു കബീദി, ഉമർ എൻ്റെ കരൾ തിന്നിരിക്കുന്നു. ആരാണ് ഈ ഉമർ? അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. പാർലമെന്റ് അംഗങ്ങൾ മഹാവിസ്മയമായിട്ടാണ്, അത്ഭുതത്തോടുകൂടെയാണ് ഇത് കേട്ടത്. അങ്ങക്കെന്തു പറ്റി? ഇവിടത്തെ സജ്ജീകരണങ്ങൾ, സൗകര്യങ്ങളിൽ, സൈന്യങ്ങളിൽ, സംവിധാനങ്ങളിൽ ഒരംശം പോലും ഇല്ലാത്ത, ഒരു ശിഖരം പോലും ഇല്ലാത്ത മദീനത്തെ ഭരണാധികാരിയാണോ അങ്ങ് പേടിക്കുന്നത്? പറഞ്ഞൊരു വചനമുണ്ട്, അക്കല ഉമർ ആട്ടിടയന്മാർക്ക് ഇൽമും അദവും നൽകിയിരിക്കുന്നു. അപ്പോഴും അവരെ പരിഹസിച്ചുകൊണ്ടാണ് അറബികളെ ആടുമേക്കുന്നവർ. അടുത്ത കാലം വരെ അങ്ങനെയായിരുന്നല്ലോ. കാലം കൂടുതൽ കഴിഞ്ഞില്ല. 2 വർഷം കഴിയുമ്പോൾ ആ കിസ്റ കൊട്ടാരം അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കീഴടക്കുകയായി. ആ ലോകമൊട്ടുക്കും സിന്ധു തൊട്ട് മൊറോക്കോ വരെ ഇസ്ലാം വ്യാപിച്ചു. എല്ലാം വിജ്ഞാനങ്ങളിലൂടെ, അദബിലൂടെ. അങ്ങനെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും അതെത്തി.
കേരളത്തിൽ നമ്മുടെ പൂർവീകർ നന്നായി എഴുതാനും വായിക്കാനും അറിയുന്നവരായിരുന്നു. മലയാള ഭാഷക്ക് ലിപി വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ പൂർവീകർ അറബി മലയാളമെന്ന പ്രത്യേക ലിപി കണ്ടെത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ അറബി മലയാളത്തിൽ എഴുതി അവർ ആശയവിനിമയങ്ങൾ നടത്തി. അന്ന് മലയാളത്തിന് ലിപി പോലുമില്ല. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കീഴക്കലോടുകൂടെ നമ്മുടെ പൂർവികരാകുന്ന പിതാമഹന്മാർ സാമ്രാജ്യത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിലായി. അവരുടെ ഊർജം മുഴുവനും സമ്പത്ത് മുഴുവനും സമയങ്ങൾ മുഴുവനും അതിന് ചെലവഴിച്ചു. 1921 കാലഘട്ടങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായി മഹാത്മാഗാന്ധിയും മൗലാന ഷൗക്കത്ത് അലിയും കോഴിക്കോട് ഒരു സെപ്റ്റംബർ എൻ്റെ ഓർമ്മയിൽ 20 കടപ്പുറത്ത് മലബാർ ഡിസ്ട്രിക്ട് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂട്ടി. ആ നട്ടുച്ചക്ക് മലബാർ 25,000-ഓളം കാലക്ഷം മുസ്ലിമീങ്ങളാണ് ഒരുമിച്ച് കൂടിയത്. അവിടുന്ന് ആഹ്വാനം ചെയ്തു, ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും ബഹിഷ്കരിക്കണം, ബ്രിട്ടീഷ് ഭരണകൂടത്തെ വർജിക്കണം, അവരുടെ ഭാഷ വേണ്ട, വേഷം വേണ്ട, തൊഴിൽ വേണ്ട, അവരുമായി ഒരു ബന്ധവും വേണ്ട. ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഒന്നുകൂടി മുസ്ലിമീങ്ങൾ വിദ്യാഭ്യാസരഹിതരായി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാർ സമരം അതിരൂക്ഷമായി. 20,000-ലേറെ ആളുകൾ രക്തസാക്ഷികളായി നമ്മുടെ പൂർവികർ. 20,000 വിധവകളായി. ഓരോ ദമ്പതികൾക്കും 4, 5, 6 മക്കൾ. ലക്ഷക്കണക്കിന് യതീമുകളായി, ദരിദ്രരായി. എല്ലാ ശേഷിയും നഷ്ടപ്പെട്ടു. ഈ സമയത്താണ് മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് നേരത്തെ നമ്മോട് പ്രഖ്യാപിച്ച പോലെ ഐക്യം, ഒത്തൊരുമ, കൂട്ടായ്മ മാത്രമുണ്ടായിരുന്ന ഈ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനും തകർത്താനും തളർത്താനും ഐക്യസംഘമെന്ന പ്രസ്ഥാനം വന്ന് മുസ്ലിമീങ്ങൾ ഭിന്നിപ്പുണ്ടാക്കി. ഇങ്ങനെ സംഘടിത സമൂഹം അസംഘടിതരാക്കി, ഭിന്നിപ്പുണ്ടാക്കി. വ്യാജ തരീക്കത്തുകൾ വരുന്നു, വിധേയ ആശയങ്ങൾ കടന്നു വരുന്നു, വിദ്യാഭ്യാസരഹിതരാകുന്നു, ശക്തമായ പട്ടിണി, വരൾച്ച രൂക്ഷമാകുന്നു, തൊഴിൽ രഹിതരായി മാറി. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം അൽ-ആരിഫ് ബില്ലാഹ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തുടക്കം കുറിക്കുന്നത്. അക്കാലം വരെയും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇംഗ്ലീഷ് ഇന്നത്തെ സാധാരണക്കാരൻ്റെ ഇംഗ്ലീഷ് അല്ല. കുഞ്ഞുണ്ണി മാഷ് പാടി, ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി. എന്നാൽ ആ ഇംഗ്ലണ്ടുകാരോടാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത്. ആ ഫ്ലുവൻസി ഇന്ന് അധിക പേർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതുകൊണ്ടായിരുന്നു അരക്കൽ രാജകുടുംബത്തിൻ്റെ രാജ്ഞിയുടെ അഡ്വൈസറും ട്രാൻസ്ലേറ്ററുമായി വരക്കൽ മുല്ലക്കോയ തങ്ങളെ നിയോഗിച്ചത്. അങ്ങനെ 21 ശേഷം വന്ന പട്ടിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും വിഷമങ്ങളും അനൈക്യങ്ങളും പരിഹരിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചു. ഇത് പറയുമ്പോൾ ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ്.
പലപ്പോഴും മുസ്ലിമീങ്ങൾക്ക് മതപരമായ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു പ്രസ്ഥാനമല്ല സമസ്ത. വിധേയികളെ എതിർക്കാൻ വേണ്ടി മാത്രം അല്ല. സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ ഭരണഘടന പരിശോധിച്ചാൽ 5 ഉപക്ഷേപങ്ങളായി നൽകിയ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ഭാഗത്ത് സിയും ഡിയും ഇയും പ്രസ്ഥാനം കേരളത്തിൻ്റെ പൊതുമണ്ഡലങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് മനസ്സിലാക്കാം. സി, മുസ്ലിം സമുദായത്തിന് മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക. സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ ഭരണഘടനയാണ്. ഡി, മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസികൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക. ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം. മൂന്നാമതായി മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഗുണത്തിനും സമുദായ മധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ സ്ഥാപിതമായി എല്ലാ പള്ളിക്കൂടങ്ങളിലും ദർസുകളിലും മഹാനായ ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും ശക്തനായ സ്ഥാപക നേതാക്കൾ പ്രമുഖരാണ്. അവിടെ സ്ഥാപിച്ച ആ വലിയ ലൈബ്രറി, അന്ന് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ വിജ്ഞാന സാഗരം, 16ഓളം ഭാഷയിൽ മഹാൻ അവർക്കുണ്ടായിരുന്ന അവഗാഹം, നിസാമുദ്ദീൻ്റെ മുഫ്തി എന്ന സ്ഥാനം മഹാൻ ആരാണ്? റമദാനു ശാലിയാത്തി റളിയല്ലാഹു അൻഹു അറബികൾ കോഴിക്കോട് വരുമ്പോൾ കിതാബുകളുടെ ആഘോഷങ്ങൾ നടത്താറുണ്ടായിരുന്നു, ചന്ത നടത്താറുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം നിറഞ്ഞു നിൽക്കുന്ന സമൂഹം ഇടക്കാലത്ത് വളരെ പിന്നാക്കം നിന്നപ്പോൾ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ വളർത്തി കൊണ്ടുവരികയും അങ്ങനെ പള്ളിക്കൂടങ്ങളിലും ഓത്തുപള്ളികളിലും സ്കൂളുകളിലും മദ്രസകൾ പഠിപ്പിക്കാൻ തുടങ്ങി. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവരുടെ നിർദ്ദേശപ്രകാരം വളരെ പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം മക്കളെ ഭൗതിക പഠനത്തിന് വേണ്ടി മലബാർ കലക്ടറായിരുന്ന വില്യം ലോഗനോട് മാപ്പിള സ്കൂൾ തുടങ്ങണം, എങ്കിലേ മാപ്പിള മക്കൾ വരികയുള്ളൂ, പ്രചോദനത്തിൻ്റെ ഭാഗമായി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നിർദ്ദേശമായിരുന്നു. അങ്ങനെ വളർന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇവിടെ സ്കൂളുകളിൽ മതപഠനം പാടില്ല എന്ന് ഭരണകൂടം പാസാക്കി. ഈ സമയത്ത് അക്ഷരാർത്ഥത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സമയത്തും സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം, വിശിഷ്യ മഹാനായ അടുത്തായി നമ്മോട് വിട പറഞ്ഞ നമ്മുടെ പ്രാസ്ഥാനിക നായകരിൽ ഏറ്റവും മഹാനായിരുന്ന നൂറുൽ ഉലമ MA ഉസ്താദിന്റെ നേതൃത്വത്തിൽ ശക്തമായ പടയോട്ടം തുടങ്ങി. അങ്ങനെ ലോകത്താദ്യമായി ഒരു ഗവൺമെന്റിന്റെ സഹായമില്ലാതെ 1989 മഹാനായ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ, മഹാനായ താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ പുനഃസംഘടിക്കപ്പെട്ട് ഔദ്യോഗിക രംഗത്ത് പ്രസിഡന്റും സെക്രട്ടറിയുമായി മാറലോടുകൂടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമായി മാറി. ഇന്ന് കേരളത്തിൻ്റെ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ എത്ര പള്ളികൾ, ഓരോ മദ്രസ കുഗ്രാമങ്ങളിലും ടൗണുകളിലും എത്ര മദ്രസകൾ,
എത്രയെത്ര ജാമിയത്തുൽ ഹിന്ദിൻ്റെ സ്ഥാപനങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ദഅവ കോളേജുകൾ ഇങ്ങനെ ഉണ്ടാക്കി തീർത്ത വലിയ വിപ്ലവം 89 എറണാകുളത്ത് വെച്ച് എല്ലാ ജില്ലകളിലും മർക്കസ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് എണ്ണങ്ങളും മറ്റും പറയാൻ സമയം അനുവദിക്കുന്നില്ല. അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തൊരു ലക്ഷ്യത്തിന് സ്ഥാപിതമായോ ആ ലക്ഷ്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുര സേവനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, 15,000-ലെ ആയിരക്കണക്കിന് പള്ളികൾ, 15,000-ലേറെ സഖാഫി പണ്ഡിതന്മാർ, ലക്ഷക്കണക്കിന് വിദ്യാസമ്പന്നർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപിത കാലം തൊട്ട് ഇന്നേ വരെയുള്ള നേതൃത്വത്തിൽ ഇത്രമാത്രം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ 100% ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിന്, ഇവിടെ രാജ്യത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന്, കേരളത്തിൽ മാത്രമല്ല ഈ മാതൃക കണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഉസ്താദിൻ്റെ നേരിട്ടിടപെടലുകളിലൂടെ എത്ര പള്ളികൾ, മദ്രസകൾ, സ്ഥാപനങ്ങൾ, ആതുര സേവനാലയങ്ങൾ പടുത്തുയർത്താൻ കഴിഞ്ഞു. അവസാനമായി ഒരൊറ്റ വാക്ക്, 100 വർഷം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണം നടക്കുമ്പോൾ മഹത്തുക്കളായ പണ്ഡിത പ്രതിഭകൾ രൂപം നൽകിയ അടിസ്ഥാന ആദർശ മേഖലകളിലേക്കും നിലപാടുകളിലേക്കും കൂടുതൽ ആളുകൾ അൽഹംദുലില്ലാഹ് എത്തിച്ചേരുന്നു എന്നതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം. അൽഹംദുലില്ലാഹ് മഹാനായ താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹു, ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉളം വയസ്സുള്ള സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് സുന്നി സംഘടനകളിൽ ആദർശപരമായ ഐക്യം രൂപപ്പെടുത്തി കഴിഞ്ഞു. സമസ്ത അസ്തിത്വവും വ്യക്തിത്വവും ഉയർത്തിപ്പിടിക്കാൻ അത്തരം ചോദ്യങ്ങൾ അത്യാവശ്യമായിരുന്നു എന്ന നിലപാട് ഇന്ന് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സുന്നി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. അതോടുകൂടെ തന്നെ ആ വിജയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ആ വിജയം, ആ ഐക്യം, ആ ഒത്തൊരുമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിശിഷ്യ പരിശുദ്ധമായ റമദാനു ഷരീഫ് വെളിപ്പാട് അകലെയെത്തി എല്ലാ വീടുകളിലും, കുടുംബങ്ങളിലും, നാടുകളിലും എല്ലാവരും ഒത്തൊരുമയോടെ, ഐക്യത്തോടെ, കൂട്ടായ്മയോടെ ജീവിക്കണം. അതിനായി എല്ലാവരും ഐക്യത്തിൻ്റെ ഭാഷകൾ ഉപയോഗിക്കണം, അനൈക്യത്തിൻ്റെ ഭാഷകൾ ഉപയോഗിക്കരുത്. ഈ സമ്മേളനം ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മഹാനായ ശൈഖുനാ സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഇന്ന് അതിൻ്റെ 100ാം വാർഷികത്തിൻ്റെ സ്ഥലം, സമയം, പ്രമേയം പ്രഖ്യാപിക്കുമ്പോൾ വിശ്രമങ്ങളില്ലാത്ത പകലുകളാണ്. അത് ഇക്കാലം അത്രയും കണ്ടിട്ടില്ലാത്ത അത്രയും അച്ചടക്കവും മാതൃകാപരവുമായ ഒരു മഹാസമ്മേളനമാക്കി മാറ്റാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കുക. തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.